ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സൈലം ഗുരുവിലേക്ക് സ്വാഗതം. നമ്മൾ കഴിഞ്ഞ കുറച്ച് വീഡിയോകളിലായിട്ട് സയൻസിൽ നിന്ന് വരുന്ന കെമിസ്ട്രിയിൽ നിന്ന് വരുന്ന പ്രീവിയസ് ക്വസ്റ്റ്യൻസ് കുറച്ച് ഡിസ്കസ് ചെയ്തിരുന്നു അല്ലേ? അതിൽ തന്നെ എങ്ങനെയാണ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുക, അല്ലെങ്കിൽ ആറ്റങ്ങളുടെ ഇലക്ട്രോൺ വിന്യാസം എങ്ങനെ എഴുതാമെന്ന് നമ്മളിതിനു മുമ്പ് ഒരു വീഡിയോയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് വെച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും നന്നായിട്ട് ചെയ്യാൻ മനസ്സിലാക്കിയെന്ന് വിശ്വസിക്കുന്നു. ഇനി അതുപോലെ തന്നെ കേട്ടറ്റ് പരീക്ഷകളിൽ പ്രതീക്ഷിക്കാവുന്ന അല്ലെങ്കിൽ വന്നിട്ടുള്ള ഒരു ചോദ്യമാണ്, ചില ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ തന്നിട്ട് ഈ മൂലകം ആവർത്തന പട്ടികയിൽ ഏത് ഗ്രൂപ്പിലാണ് ഏത് പീരിയഡിലാണ് കണ്ടെത്തുക എന്നുള്ളത്. അപ്പോൾ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ വെച്ചിട്ട് എങ്ങനെയാണ് ഒരു മൂലകത്തിൻ്റെ ആവർത്തന പട്ടികയിലെ സ്ഥാനം കണ്ടെത്തുക എന്ന് നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ പഠിക്കാം. ഓക്കെ, സോ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുന്നതിന് മുമ്പ് ഞാൻ ആദ്യമേ പറയട്ടെ, നമ്മൾ ആവർത്തന പട്ടികയിൽ 4 ബ്ലോക്കുകളാണ് പറഞ്ഞത് അല്ലേ? ഏതൊക്കെയായിരുന്നു അത്? എസ്, പി, ഡി, എഫ്, ഇങ്ങനെ 4 ബ്ലോക്കുകളായിട്ടാണ് തരംതിരിച്ചത്. അതിൽ 1, 2 ഗ്രൂപ്പുകളെ എസ് ബ്ലോക്ക് മൂലകങ്ങളെന്നും 13 മുതൽ 18 വരെയുള്ള ഗ്രൂപ്പുകളെ പി ബ്ലോക്ക് മൂലകങ്ങളെന്നുമാണ് വിളിക്കുന്നത്. പിന്നെയോ 3 മുതൽ 12 വരെയുള്ളവരെ ഡി ബ്ലോക്ക് മൂലകങ്ങളെന്നും ഡി ബ്ലോക്ക് മൂലകങ്ങളുടെ ഭാഗമായിട്ടുള്ള ലാന്തനോയിഡുകൾ, ആക്റ്റിനോയിഡുകൾ എന്നിങ്ങനെ താഴെ കാണുന്ന ഒരു 2 വരി അവരെ നമ്മൾ എഫ് ബ്ലോക്ക് മൂലകങ്ങളെന്നുമാണ് പറയുന്നത്. ഇനി ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നമ്മൾ എഴുതുന്ന സമയത്ത് ഈ 4 സബ് ഷെല്ലുകളിലും ഇലക്ട്രോണുകൾ എത്ര എണ്ണം വീതമാണ് എന്നാണ് നമ്മൾ എഴുതിക്കൊണ്ടിരുന്നത്. ഓക്കെ, നമുക്കൊരു ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ചെക്ക് ചെയ്യാം. ഓക്കെ, കമോൺ. 1s2, 2s2, 2p6, 3s2. ഇതൊരു മൂലകത്തിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ആണ്. അറ്റോമിക നമ്പർ എത്രയാണെന്ന് എങ്ങനെ കണ്ടുപിടിക്കാം? അതിൻ്റെ മുകളിൽ എഴുതിയ നമ്പർ നോക്കിയാൽ മതി ഇല്ലേ? അതായത് 2 + 2 4 + 6 10 + 2 12. അതായത് ഇത് അറ്റോമിക നമ്പർ 12 ആയിട്ടുള്ള മഗ്നീഷ്യത്തിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷനാണ്. അതുവരെ നമുക്ക് കിട്ടും. എന്നാൽ ഈ മൂലകം ആവർത്തന പട്ടികയിൽ ഏത് ഗ്രൂപ്പിലാണ് ഏത് പീരിയഡിലാണ് എന്നെങ്ങനെയാണ് കണ്ടെത്തുക? ആദ്യം നമുക്കറിയാം, ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുമ്പോൾ ആ മൂലകത്തിൻ്റെ ഇടതുഭാഗത്തായി വലിയ ലെറ്ററിൽ തന്നിട്ടുള്ള ആ ഡിജിറ്റിനെയാണ് നമ്മൾ അതിൻ്റെ പീരിയഡ് എന്ന് പറയുന്നത്. ഏത് പീരിയഡിലാണ്? ഇപ്പോൾ 1s2 എന്ന് പറയുന്നതിലെ 1 എന്ന് പറയുന്നത് അത് 1ാം പീരിയഡിൽ എന്നാണ് സൂചിപ്പിക്കുന്നത്, അല്ലെങ്കിൽ 1ാമത്തെ ഷെല്ല്. 2s2 ആണെങ്കിൽ 2ാമത്തെ ഷെല്ല്, 3s2 ആണെങ്കിൽ 3ാമത്തെ ഷെല്ല്. സോ 3 ഷെല്ലുകളുള്ള ഈ ആറ്റം എന്തായാലും 3ാമത്തെ പീരിയഡിലായിരിക്കും. അപ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഏതൊരു ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ തരുമ്പോഴും അതിൻ്റെ ഇടതുവശത്ത് എഴുതിയ വലിയ സംഖ്യയായിരിക്കും അതിൻ്റെ പീരിയഡ് നിർണ്ണയിക്കുന്നത്. ഓക്കെ ആണേ? ഇനി ഗ്രൂപ്പ് നോക്കുന്ന കാര്യം. ഗ്രൂപ്പ് നോക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അവസാനത്തെ സബ് ഷെൽ ഏതാണ് എന്ന് നോക്കുക. ഇവിടെ ഇപ്പം ഞാൻ തന്നിട്ടുള്ള ഈ ഉദാഹരണത്തിൽ അവസാനത്തെ സബ് ഷെല്ല് വരുന്നത് ഏതാണ്? എസ് എന്നല്ലേ? സോ എസ് സബ് ഷെല്ലിലുള്ള മൂലകമായിരിക്കും ഇത് എന്ന് ഉറപ്പിക്കാം. ഇനി എസ് സബ് ഷെൽ എന്ന് തന്നു കഴിഞ്ഞാൽ നമുക്ക് വളരെ ഈസിയായി, കുറച്ചുകൂടി കമ്പാരിറ്റീവ്ലി മറ്റേത് ഗ്രൂപ്പിനേക്കാളും ഈസിയാണ്, എസ് എന്ന സബ് ഷെല്ലിൽ ലാസ്റ്റ് എഴുതിയിരിക്കുന്ന എസ് സബ് ഷെല്ലിന് മുകളിൽ എത്രയാണോ നമ്പർ എഴുതിയത് അതായിരിക്കും ആ മൂലകത്തിൻ്റെ ഗ്രൂപ്പ് നമ്പർ. ഇപ്പം ഈ ഉദാഹരണത്തിൽ നമ്മുടെ ഇലക്ട്രോൺ വിന്യാസം അവസാനിക്കുന്നത് 3s2 എന്നാണല്ലോ. അപ്പോൾ s2 2ാമത്തെ ഗ്രൂപ്പിലാണ് ഈ മൂലകം. സോ ഈ ചോദ്യത്തിൻ്റെ ഉത്തരം നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? ഇത് 3ാമത്തെ പീരിയഡിൽ 2ാമത്തെ ഗ്രൂപ്പിൽ അല്ലെ? 3ാമത്തെ പീരിയഡിൽ 2ാമത്തെ ഗ്രൂപ്പിൽ കാണപ്പെടുന്ന മൂലകമാണ് എന്ന് കണ്ടെത്താം. അപ്പോൾ ഈസി വേ മനസ്സിലായല്ലോ. ഇനി ഏത് ഗ്രൂപ്പ് ആയാലും ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ തന്നിട്ട് ഏത് പീരിയഡിലാണ് എന്ന് കണ്ടെത്താൻ ആ ഇലക്ട്രോണിക് കോൺഫിഗറേഷനിലെ ഇടതുവശത്ത് എഴുതിയ വലിയ സംഖ്യ നോക്കിയാൽ മതിയാകും. പ്ലസ് ഇപ്പം നമ്മൾ മനസ്സിലാക്കി, എസ് എന്നാണ് അവസാനിക്കുന്നത് എന്നുണ്ടെങ്കിൽ, എസ് എന്നാണ്, അതിൽ എക്സെപ്ഷൻ കേസ് ഉണ്ട്, ഡി ബ്ലോക്ക് വരുന്നതിൽ പെടരുത്. എസ് എന്നാണ് അവസാനിക്കുന്നുണ്ടെങ്കിൽ അതിലെ മുകളിൽ എഴുതിയ നമ്പർ തന്നെയാണ് ഗ്രൂപ്പ് നമ്പർ. ഇനി നമുക്ക് വേറൊരു ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നോക്കിയാലോ? എക്സാമ്പിൾ നമ്പർ 2. 1s2, 2s2, 2p6, 3s2, 3p5. ഇങ്ങനെയാണ് തന്നതെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ
പീരിയഡ് കണ്ടെത്താൻ എളുപ്പമാണ് അല്ലേ? എന്ത് നോക്കിയാൽ മതി? ഇടതുവശത്ത് എഴുതിയതിലെ വലിയ സംഖ്യ, അതായത് 3. അപ്പൊ പീരിയഡ് ഇത് മൂന്നാമത്തതാണ് എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാം. മൂന്നാമത്തെ പീരിയഡ്. ഇനി ഗ്രൂപ്പ് എങ്ങനെയാ കണ്ടെത്തുക? അവസാനത്തെ സബ്ഷെല്ലിൽ നോക്കിയേ, പി ആണ് അല്ലേ? അപ്പൊ ഇതൊരു പി ബ്ലോക്ക് മൂലകമാണ് എന്ന് മനസ്സിലായി. പി ബ്ലോക്ക് മൂലകമാണെങ്കിൽ ആ പി സബ്ഷെല്ലിന് മുകളിൽ എത്ര ഇലക്ട്രോൺ ഉണ്ടോ അതിനോട് കൂടെ 12 എന്ന നമ്പർ അങ്ങ് കൂട്ടിക്കൊടുക്കുക. 12. കാര്യം നിങ്ങൾ പീരിയോഡിക് ടേബിൾ നോക്കുമ്പോൾ മനസ്സിലാവും, പി സബ്ഷെൽ അതായത് 13 മുതൽ 18 വരെയുള്ള ഗ്രൂപ്പ് എത്തുന്നതിന് മുമ്പ് ഒരു 10 ഗ്രൂപ്പ് ഡി ബ്ലോക്ക് മൂലകങ്ങളും 2 എസ് ബ്ലോക്ക് മൂലകങ്ങളും ഉണ്ട്. അപ്പൊ ഇത്രയും കഴിഞ്ഞിട്ടാണ് പി ബ്ലോക്ക് വരുന്നത്. സോ പി ബ്ലോക്ക് മൂലകമാണെങ്കിൽ പിന്റെ മുകളിൽ എത്ര ഇലക്ട്രോൺസ് ഉണ്ടോ അല്ലെങ്കിൽ ഏതാണോ നമ്പർ അതിനോട് കൂടെ 12 കൂട്ടുക. ഇപ്പൊ ഇവിടെ P5 എന്നാണല്ലോ അവസാനിച്ചിട്ടുള്ളത്. അപ്പൊ ഇത് എത്രാം ഗ്രൂപ്പ് മൂലകാന്ന് എങ്ങനെ കണ്ടെത്താം? 5 + 12, അതായത് ഇതൊരു 17ആം ഗ്രൂപ്പ് മൂലകമാണ്. ഗ്രൂപ്പ് 17. ക്ലിയർ ആയോ? അപ്പൊ എസ് ബ്ലോക്കും പി ബ്ലോക്കും നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി ഡി ബ്ലോക്ക് മൂലകം വരുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഡി എന്നൊരു ഗ്രൂപ്പ് ഡി ബ്ലോക്ക് മൂലകമാണെങ്കിൽ അതിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷനിൽ നമുക്കറിയാം, ഡി എന്ന സബ്ഷെൽ എഴുതുന്നതിന് മുമ്പ് എസ് സബ്ഷെല്ല് 4s ഫില്ല് ചെയ്യണം അല്ലേ? 3Dക്ക് മുമ്പ് 4s ഫില്ല് ചെയ്യണം, അല്ലെങ്കിൽ 4Dക്ക് മുമ്പ് 5s ഫില്ല് ചെയ്യണം എന്ന് നമ്മൾ ഓഫ് ബോ പ്രിൻസിപ്പിൾ പഠിച്ചതാണ്. ഒരു ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതാമേ. മൂന്നാമത്തെ എക്സാമ്പിൾ, 1s2 2s2 2p6 3s2 3p6 4s2 3d3. ഇങ്ങനെ വന്നു ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. ഗ്രൂപ്പ് നമ്പർ കണ്ടുപിടിക്കുന്നതിൽ വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല അല്ലേ? ഇടതുവശത്ത് എഴുതിയ വലിയ സംഖ്യ, പീരിയഡ് കണ്ടുപിടിക്കാൻ. സോ ഇത് ഇടതുവശത്ത് വലിയ സംഖ്യ എന്ന് പറയുന്നത് 4 ആണ്. അപ്പോൾ ഇത് പീരിയഡ് 4ാമത്തതാണ് എന്ന് കിട്ടി. 4ാമത്തെ പീരിയഡ്. ഗ്രൂപ്പ് കണ്ടുപിടിക്കണമെങ്കിലോ ഡി എന്ന് പറയുന്ന ബ്ലോക്കിലെ മൂലകമാണ് ഇതെന്ന് നമുക്ക് മനസ്സിലാകും. കാരണം ഇത് ശരിക്കു പറഞ്ഞാൽ ഇത് 3Dയിൽ തന്നെ ഉൾക്കൊള്ളാവുന്ന മൂലകമേ ഉള്ളൂ. 3D5 ആണ്. ഓഫ് ബോ പ്രിൻസിപ്പിൾ പ്രകാരം 3Dക്ക് പകരം 4D ഫില്ല് ചെയ്തതിന് ശേഷം ബാക്കിയുള്ള ഇലക്ട്രോൺ 3Dയിൽ കൊടുത്തത് കൊണ്ടാണ് 3D3യിൽ അവസാനിച്ചത്. ഈ ഒരു കാര്യം മാത്രം മനസ്സിലാക്കിയാൽ മതി ഇത് ഏത് ഗ്രൂപ്പാണെന്ന് അറിയാൻ. അതായത് ഡി ബ്ലോക്ക് മൂലകങ്ങളാണെങ്കിൽ ഡി എന്ന് എഴുതുമ്പോൾ അതിൻ്റെ തൊട്ട് മുന്നേ വന്നിട്ടുള്ള എസ് ബ്ലോക്കിലെ മൂലകത്തിലെ ഇലക്ട്രോണുകളുടെ എണ്ണവും കൂടി കൂട്ടിയാൽ അത് എത്രാമത്തെ ഗ്രൂപ്പാണെന്ന് മനസ്സിലാക്കാം. അതായത് ഇവിടെ 3Dയിലുള്ള 3യും 4sലുള്ള 2വും, അതായത് 5, ഗ്രൂപ്പ് നമ്പർ 5. ഇങ്ങനെയാണ് ഏത് മൂലകത്തിൻ്റെയും ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ തന്നു കഴിഞ്ഞാൽ അത് ആവർത്തന പട്ടികയിൽ ഏത് ഗ്രൂപ്പിലാണ്, പീരിയഡിലാണ് എന്ന് മനസ്സിലാക്കുക. ഇനി ഇതുപോലുള്ള കൂടുതൽ പ്രോബ്ലംസ് ഒന്ന് ചെയ്തു നോക്കുക, നിങ്ങൾക്കിത് കൂടുതൽ ഈസിയാവും. ഓക്കെ, താങ്ക് യു.